ഇത് ശ്രേയസ് അയ്യറിന് വേണ്ടി പഞ്ചാബ് കിങ്സ് കൊടുത്ത പ്രതികാര കഥ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പടിപ്പിച്ച നായകനാണ് ശ്രേയസ് അയ്യർ. എന്നിട്ടും മെഗാ താരലേലത്തിൽ ശ്രേയസിനെ കൊൽക്കത്ത റീറ്റെയിൻ ചെയ്തിരുന്നില്ല. അതേ തുടർന്ന് ചെറിയ രീതിയിലുള്ള പരിഭവം ശ്രേയസിനുണ്ടായിരുന്നു. ശ്രേയസിന് വേണ്ടത്ര പരിഗണന കപ്പടിച്ചതിനു ശേഷം ലഭിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ പോലെ തന്നെ മറ്റു ചില താരങ്ങൾക്കും കൊൽക്കത്തയുടെ വിജയത്തിൽ ചില അതൃപ്തികളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത്ര റെസ്പെക്ട് ലഭിച്ചില്ല എന്നുള്ള വിവരങ്ങൾ പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ ഒരു ക്യാപ്റ്റന്റെ പ്രതികാരം തന്നെയാണോ ഇതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് വെറും 111 റൺസ് മാത്രമാണ്. അതിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഡക്കായി മടങ്ങുകയും ചെയ്തു. തന്റെ മുൻകാല ടീമിനെതിരെ ഡക്കായതടക്കം ആ ക്യാപ്റ്റനെ ഒരുപാട് അലട്ടിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 111 റൺസിന് ടീം ഓൾ ഔട്ട് ആകുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചതുമില്ല. നാണംകെട്ട തോൽവിയിലേക്ക് തന്നെയാണ് പഞ്ചാബ് കിങ്സ് പോയത്. എന്നാൽ അതിശക്തമായി ടീമിനെ ക്യാപ്റ്റൻസിയിലൂടെ തന്നെ മടക്കിയെത്തിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. 95 റൺസിനാണ് KKR ഓൾ ഔട്ട് ആയത്, അതും 16 റൺസിന്റെ വിജയത്തിൽ. 112 റൺസ് എന്ന ലക്ഷ്യം ചേസ് ചെയ്യാനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് തലങ്ങും വിലങ്ങും പിഴച്ചു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായതും ഇത് തന്നെ. IPL ചരിത്രത്തിൽ ഏറ്റവും ചെറിയ ടോട്ടൽ ഡിഫെൻഡ് ചെയ്തതും ഇന്ന് പഞ്ചാബ് കിങ്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡാകട്ടെ 116 യൂസഫേന്ദ്ര ചഹലിന്റെ തേരിലേറിക്കൊണ്ട് ശ്രേയസ് അയ്യർ വിജയകഥ കുറിക്കുമ്പോൾ കൊൽക്കത്തയ്ക്ക് പല കാര്യങ്ങളുമാണ് ഓർമ്മയിൽ വരുന്നത്. മത്സരത്തിന്റെ രണ്ടാം ബാറ്റിംഗിൽ തുടക്കത്തിലെ ആധിപത്യം ഉറപ്പിക്കാൻ പഞ്ചാബ് കിങ്സിന് സാധിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ചൊന്ന് കാലിടറി. 38 പന്തിൽ 55 റൺസിന്റെ കൂട്ടുകെട്ടാണ് രഘുവംശിയും രഹാനെയും ചേർന്നൊരുക്കിയത്. അങ്ങനെ വിജയം ശ്രേയസിന്റെ കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ നിന്ന് ക്യാപ്റ്റൻസിയിലൂടെ തന്നെ മത്സരം തിരിച്ചു പിടിച്ചു. ആദ്യം രഹാനെ, പിന്നെ രഘുവംശി, പിന്നെ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റമൻദീപ് എന്നിങ്ങനെ ഓരോരുത്തരും പിന്നാലെ ഡഗ് ഔട്ടിലേക്ക് തിരിച്ചയച്ചു. 4 വിക്കറ്റ് നേടിയ ശ്രേയസ് അയ്യറും 3 വിക്കറ്റ് നേടിയ മാർക്കോ യാൻസനുമാണ് മത്സരത്തിലേറെ നിർണായകമായത്. അതിനിടയിൽ മെയ്ഡൻ ഓവർ എറിഞ്ഞ അർഷദീപ് സിംഗിനും ഒരു കുതിരപ്പാൻ തന്നെ വേണം. മത്സരത്തിന്റെ 15ാം ഓവറിലാണ് മെയ്ഡൻ ഓവർ എറിഞ്ഞത്. മാത്രമല്ല ചഹലിന്റെ 12ാം ഓവറും ഏറെ നിർണായകമായി. 2 സുപ്രധാന വിക്കറ്റുകളാണ് ആ ഓവറിൽ വീഴുന്നത്. റിങ്കു സിംഗിനെ സ്റ്റംപ് ചെയ്തതും റമൻജീത് സിംഗിനെ ക്യാച്ച് ഔട്ടാക്കിയതും മത്സരത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവുകളൊന്നാണ്. അങ്ങനെ ഏകദേശം മത്സരം കൈപിടിയിലാക്കി ഏറ്റവും കൂടുതൽ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നത് ശ്രേയസിന് തന്നെയായിരിക്കും. ഇതൊരു പ്രതികാര കഥ തന്നെയാണ്, ഒരു മധുര പ്രതികാരം.